വൽമർഉ മാദാമ ദാ ഐനിൻ യുഖല്ലിബുഹാ. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മറിച്ചു നോക്കി പെണ്ണുങ്ങളെ ഫോട്ടോയും ഈ മോശമായ ചിത്രങ്ങളും മോശമായ വീഡിയോസും ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത്. അതാണ് ഈ ബൈത്തിന്റെ അർത്ഥം. ഫി അയ്യുനിൽ ഗീദി മഹ്ഫൂഫുൻ അലൽ ഖത്വരി യസുറു നാദിറഹു മാ ദറ ഖാതിറഹു ലാ മർഹബൻ ബിസുറൂരിൻ ആദ ബിൽദറരി യസുറു നാദിറഹു മാ ദറ ഖാതിറഹു. നിങ്ങളുടെ കണ്ണുകളെയാണ് നിങ്ങൾ ആനന്ദിപ്പിക്കുന്നത്, അതേസമയം നിങ്ങളുടെ ഹൃദയത്തെയാണ്, ആത്മാവിനെയാണ് നിങ്ങൾ വേദനിപ്പിക്കുന്നത്, റൂഹിനെയാണ് വേദനിക്കുന്നത്. ഒരു മോശമായ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അറ്റാക്ക് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അവസാനം എങ്ങനെയാണോ അങ്ങനെയാണ് അല്ലാഹു നിങ്ങളെ രേഖപ്പെടുത്തുന്നത്. ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ. ഒരു മനുഷ്യൻ അവസാനം ചെയ്ത പണിയാണ് ആ മനുഷ്യനെ സംബന്ധിച്ചുള്ള വിധിയെഴുത്തിന് സാക്ഷിയാവുക. അപ്പൊ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു മയക്കുമരുന്നടിച്ച് കിടക്കുമ്പോഴാണ് ഒരാൾ ഒരു ഹൈ പ്രഷർ കൊണ്ടോ അല്ലാതെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ റീസൺസ് ഉണ്ടായിട്ട് മരിക്കുന്നതെങ്കിൽ ആ മരണം അള്ളാഹു ഹറാമാക്കിയ ഒരു സാധനം അകത്ത് ചെന്നതിന്റെ കാരണം കൊണ്ടാണെങ്കിൽ ആ മനുഷ്യനെ അള്ളാഹു സ്വീകരിക്കുന്നത് പാപിയായിട്ടാണ്. ക്രിമിനലുകളെ നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കിൻ. സൂറത്ത് യാസീൻ എന്തൊരു ഗൗരവമാണ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ക്രിമിനൽസ് സ്റ്റാൻഡ് അസൈഡ്. എന്നിട്ട് മാറി നിൽക്കടോ. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഒരു മനുഷ്യന്റെ അവസാനം തിന്മയിലാണ് മരിക്കുന്നതെങ്കിൽ അവർ അല്ലാഹു മുജ്രിമീങ്ങളായിട്ടാണ് നാളെ പുനർജന്മം നൽകുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ യുവാക്കള്, യുവതികള്, നമ്മുടെ കുട്ടികള്, വിദ്യാർത്ഥിനികൾ ക്യാമ്പസുകൾ മലീമസമായി കൊണ്ടിരിക്കുമ്പോ അങ്ങനെ ഒരു ഡ്രഗ് അഡിക്ഷനിലൂടെയാണ് ഒരു കുട്ടി മരിക്കുന്നതെങ്കിൽ, ഒരു വിദ്യാർത്ഥി മരിക്കുന്നതെങ്കിൽ അവരുടെ ജിരിമാണ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. സ്വർഗവാസികളെയും നരകവാസികളെയും വേർതിരിക്കുമ്പോൾ നരകവാസികളുടെ കൂട്ടത്തിലാണ് അന്ത്യം സംഭവിച്ചവരെ അള്ളാഹു സ്വീകരിക്കുന്നത്, അള്ളാഹു മാറ്റി നിർത്തുന്നത്. എത്ര ഗൗരവമാണ് മുഅ്മിനെ. ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം. ആ കൊല്ലപ്പണി എടുക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് പോലും മാലിക് ഇബ്നു ദീനാർ എന്നവർ ചരിത്രത്തിൽ പറഞ്ഞില്ല. ആ മനുഷ്യൻ പറയുന്നു, ആ പെണ്ണിനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ശാരീരിക വൈകാരികമായ ചിന്തകൾ ഉണ്ടായി. കാരണം ഖാനത്ത് മിൻ അജ്മലിൻ നിസാ. അവള് വല്ലാത്ത, ഷി വാസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ, ഭയങ്കര ഭംഗിയുള്ള പെണ്ണാണ്. അപ്പൊ എനിക്ക് മനുഷ്യന്മാരല്ലേ, സ്വാഭാവികമായിട്ടും വൈകാരികമായ ചിന്തകളുണ്ട്. അയാൾ വീട്ടിലേക്ക് കടന്നു. അതുവരെ മാന്യമായി ആ വീട്ടുകാരെ നോക്കിയിരുന്ന, അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയിരുന്ന മനുഷ്യൻ ഇത് നമുക്ക് നമ്മൾക്കിടയിലെ നമ്മളെ ഓരോരുത്തരുടെയും അവസ്ഥകളുമായി താരതമ്യം ചെയ്യാൻ പറ്റും. ഒരു വീടുമായി ഇടപഴകുന്ന ആളുകൾ ആരോ ആകട്ടെ, അവിടെ സാധനം ഡെലിവറി ചെയ്യുന്ന ഡെലിവറി ബോയ്കളാവട്ടെ, അവിടത്തേക്ക് സഹായത്തിന് വരുന്ന നമ്മുടെ ടാക്സി ഡ്രൈവർമാരായിക്കോട്ടെ, ഓട്ടോറിക്ഷക്കാരായിക്കോട്ടെ, പത്രം കൊണ്ടുവിടുന്ന ആളായിക്കോട്ടെ, സ്കൂൾ ബസ്സിൽ പോകുന്ന ക്ലീനറാവട്ടെ, ഡ്രൈവറാവട്ടെ, ആരുമാകാം, ഏത് സാധാരണക്കാരനുമാകാം. വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവരും ഒക്കെ ഇതിൽ സമമാണ്. ആ പെണ്ണിനോടുള്ള ഒരു സ്നേഹം എന്റെ ഹൃദയത്തിൽ പിശാച് കൊണ്ടുവന്നു. മഹാന്മാർ പറയുന്നു, എത്രയോ ഭംഗിയുള്ള നിങ്ങളുടെ ഭാര്യയെ, അവൾ എത്ര സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിന്നാലും അവളോട് തോന്നാത്ത ഒരു സ്നേഹം, അവളുടെ അത്ര പോലും സൗന്ദര്യമില്ലാത്തവരെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് പിശാച് നിങ്ങളുടെ തലയിൽ കളിക്കുന്നത് കൊണ്ടാണ്. ചിന്തിച്ചൂടെ, ഇവളക്കാട് എത്രയോ സുന്ദരിയാൽ, ഇപ്പൊ സൗന്ദര്യം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അന്യ ഒരാളെ കാണുമ്പോഴല്ലേ ഈ ആവേശം ഉണ്ടാകുന്നത്. അള്ളാഹു ഹലാലാക്കിയ നിങ്ങളുടെ ഭാര്യ, പെണ്ണെ, നിങ്ങൾക്ക് അള്ളാഹു ഹലാലാക്കിയ നിങ്ങളുടെ ഭർത്താവ്, അവരിൽ നിങ്ങൾക്ക് തോന്നേണ്ട സ്നേഹവും അവരോട് കാണിക്കേണ്ട ബഹുമാനവും മാറ്റിവെച്ചിട്ട് കണ്ടവരോട് ചിരിക്കാനും സല്ലപിക്കാനും പാതിരാ സമയങ്ങളിൽ ടെക്സ്റ്റ് മെസ്സേജുകൾ, അവരുമായുള്ള സല്ലാപങ്ങൾ, ഇതൊക്കെ നടത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കും
ലഭിക്കുന്നത് പിശാച് നിങ്ങളുടെ ഇടയിൽ ഇടപെടുന്നത് കൊണ്ടാണ്. മാ ഖലാ റജുലും ബിംറഅത്തിൻ ഇല്ലാ കാന ശൈത്വാനു ബൈനഹുമാ. ഒരാണും ഒരു പെണ്ണും പരസ്പരം മെസ്സേജ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോ എങ്ങനെ അനാവശ്യമായൊരവസ്ഥയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ വളരെ അർജന്റ് ആയ ഒരു മാറ്റർ കൈമാറുന്നിടഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദ്ദാദ് പറയുന്നു, ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കവളെ കയറി പിടിക്കണം എന്ന് തോന്നി. അപ്പൊ അയാൾക്ക് അങ്ങനെ തോന്നി, ഒരു തോന്നൽ. മനുഷ്യന് പിഴവ് സംഭവിക്കാൻ ചില സെക്കൻഡുകൾ മതിയാകും. എത്രയോ ബുദ്ധിയുള്ള വിദ്യാഭ്യാസമുള്ള മനുഷ്യർ തറപറ്റി പോകുന്നത് പെണ്ണുങ്ങളുടെ വിഷയത്തിലാണ്, വികാരത്തിന്റെ വിഷയത്തിലാണ്, അല്ലേ? അദ്ദേഹം മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങളോട് എന്റെ സമ്മതമില്ലാതെ ആരോടും പറയല്ലേ എന്ന് പറഞ്ഞു കൊടുത്ത കഥയാണിത്. മഹാനവറുകൾ പറഞ്ഞു, ആ കൊല്ലൻ വിശദീകരിക്കുകയാണ്, അവൾ ആ പെണ്ണിന് ബുദ്ധിയുണ്ടായിരുന്നു, അവൾ ഹറാമ് ചിന്തിക്കുന്നവളായിരുന്നില്ല, അവള് കുഞ്ചുവർത്തമാനങ്ങൾക്ക് നിന്നുകൊടുക്കുന്നവളായിരുന്നില്ല. അവര് ദയ്യാനായ റാഖിബായ റഖീബായ അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണാണ്. ശരീര സൗന്ദര്യം ഉണ്ടാകുന്ന ആളുകളെ കാണിച്ച് ആകർഷിപ്പിക്കാനുള്ളതല്ല പെണ്ണേ, ഇറച്ചി വിൽക്കാനുള്ളതല്ല. നിങ്ങൾക്ക് അഭിമാനമുണ്ട്. ഒരു ആണായാലും പെണ്ണായാലും ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളുടെ ലജ്ജയാണ്, നാണമാണ്. തിന്മകൾ ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ ഔറത്ത് മറക്കലാണ് നിങ്ങളുടെ സൗന്ദര്യം. നിങ്ങൾ ലജ്ജയുള്ളവളായി ജീവിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഭരണം. ഒരു പെണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്, ആണിനെ സൃഷ്ടിച്ചത് വിവിധങ്ങളായ ധർമ്മങ്ങൾ നിർവഹിക്കാനാണ്. ആരും ഒരാളെക്കാളും മീതയല്ല, ആരും ഒരാളെക്കാളും താഴെയുമല്ല. അതുകൊണ്ട് ഒരു ഭർത്താവും തന്റെ ഭാര്യ തന്നെക്കാൾ താഴെയാണ് എന്ന് ചിന്തിക്കേണ്ട. ഒരു പെണ്ണും ഒരാണിനെ കുറിച്ചും അവൻ എന്നെക്കാളും താഴെയാണെന്ന് അവളും ചിന്തിക്കേണ്ട. നിങ്ങൾ ഒരു പക്ഷേ സാമ്പത്തികമായോ വിദ്യാഭ്യാസപരമായോ തറവാട് കൊണ്ടോ മീതയായിരിക്കാം. ഇന്നഅക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളുടെ ആരുടെ ഹൃദയത്തിലാണോ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധമുള്ളത് അവരാണ് അല്ലാഹുവിന്റെ അടുത്ത സ്ഥാനമുള്ളവർ. ഇതല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. അദ്ദേഹം വീട്ടിനകത്ത് കടന്നു. ആ പെണ്ണ് വിചാരിച്ചു, റബ്ബേ, ഒരന്യ പുരുഷൻ എന്റെ വീട്ടിലേക്ക്, എന്റെ ഭർത്താവ് നാട്ടിലില്ല, പിഞ്ചു പൈതങ്ങളാണ് അവിടെയുള്ളത്, ഇവിടെ നടക്കാൻ പോകുന്നതിന് ഹറാൻ. അല്ലാഹുവേ, നിന്റെ സംരക്ഷണമില്ലാതെ എനിക്ക് സംരക്ഷണം കിട്ടില്ല എന്ന് ആ പെണ്ണ് ചിന്തിച്ചിട്ടുണ്ടാവണം. അവള് പറഞ്ഞു, നിങ്ങൾ ബേജാറാവല്ല, വീടിന്റെ ഉള്ളിലേക്ക് വാ. ആ മനുഷ്യനെ വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് അവൾ അവിടെ കസേരയിൽ ഇരുന്നു കൊണ്ട്, അയാൾ പറഞ്ഞു, എനിക്ക് കൈകാലുകൾ വിറക്കാൻ തുടങ്ങി, എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നല്ല ആളാണ്, പക്ഷെ ആ നേരത്ത് പിശാച് തലയിൽ കയറിയതാണ്. ഇത് പണ്ഡിതന്മാർക്ക് സംഭവിക്കാം, മുതഅല്ലിമീങ്ങൾക്ക് സംഭവിക്കാം, പിന്നെയുണ്ടോ സാധാരണക്കാരെ സംബന്ധിച്ച് പറയാൻ. ചില സമയങ്ങളുടെ അവസരങ്ങളാണ് അല്ലാഹു നമ്മുടെ ഈമാൻ പോലും എടുത്തു കളയാൻ കാരണമാകുന്നത്. ആ പെണ്ണ് പറഞ്ഞു, അവൾ ഇരുന്നിട്ട് പറഞ്ഞു, ഈ വാതിലടച്ചേക്ക്. അവൻ വിചാരിച്ചു ഇവൾ റെഡിയാവുകയാണെന്ന്. പിന്നെ അവൾ പറഞ്ഞു, ആ ജനലും അടച്ചേക്ക്. എന്നിട്ട് പറഞ്ഞു, ആ ജനലിന്റെ കർട്ടൻ എന്ന് വലിച്ചേക്ക്. അതുകൂടെ അവൻ ചെയ്തപ്പോൾ അയാൾ ചോദിച്ചു, പെണ്ണേ, വീടിന്റെ വാതിലൊക്കെ സുരക്ഷിതമല്ലേ? എല്ലാം അടഞ്ഞു കഴിഞ്ഞിട്ടില്ലേ? അവൾ പറഞ്ഞു, ഒരു വാതിൽ കൂടെ അടക്കാനുണ്ട്. ആ വാതിൽ അടച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് ഞാനുമായിട്ട് നിങ്ങൾക്ക് നിർവഹിക്കാം. ആ ഒരു വാതിൽ കൂടെ അടച്ചിട്ട് മതി. അതേതാണ്? എവിടുത്തെ വാതില? അടുക്കള ഭാഗത്താണോ, ഇപ്പുറത്താണോ, അവിടെയാണോ, ഇവിടെയാണോ? അവൻ ചോദിക്കാൻ തുടങ്ങി. ഇയാൾ കഥ പറയുകയാണ്. ആ പെണ്ണ് എന്നോട് പറഞ്ഞു, ബാബുൻ വാഹിദ്, ഒരു വാതിൽ അടക്കാൻ ബാക്കിയുണ്ട്. ആ വാതിൽ അടച്ചില്ലെങ്കിൽ സംഗതി സുരക്ഷിതമല്ല. ഏത് വാതില്? അൽ ബാബുല്ലദീ ബൈനനാ വ ബൈനല്ലാഹ്. നമ്മൾ രണ്ടുപേർക്കും അല്ലാഹുവിനും ഇടയിലുള്ള വാതിൽ ഇപ്പോഴും അടഞ്ഞിട്ടില്ല. അതടച്ചിട്ട് പോരെ എന്ന് ആ പെണ്ണെന്നോട് ചോദിച്ചപ്പോഴാണ് വികാരം ആളിക്കയറുകയായിരുന്ന നേരത്ത് എന്റെ ഞരമ്പുകൾ തണുത്തു പോകുന്നത്. ഞാൻ എന്നെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് ഈ പെണ്ണ് പറയുന്നത്? ഭർത്താവ് നാട്ടിലില്ലാത്തൊരു സമയത്ത്
ഭർത്താവ് യാത്രക്ക് പോയതാണ്. സമാന സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ അയൽപക്കങ്ങളിൽ ഉണ്ടായിക്കൂടെ? ആ പെണ്ണ് പറഞ്ഞത് അൽബാബുല്ലദീ ബൈനനാ വബൈനല്ലാഹ്, എന്റെയും നിങ്ങളുടെയും നമ്മൾ രണ്ടുപേരും കഴിച്ചാൽ അള്ളാഹുവിന്റെ ഇടയിൽ ഒരു വാതിലുണ്ട്, അവൻ അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അള്ളാഹുവിനെ പേടി വന്നു. റബ്ബേ, നീ എന്നെ കാണുകയാണല്ലോ. ഈ പെണ്ണ് ഇത്രമേൽ സൗന്ദര്യമുണ്ടായിട്ട് ആ പെണ്ണിനൊരു പക്ഷേ എന്തെങ്കിലും സാമ്പത്തിക ലാഭം എന്നിലൂടെ കിട്ടിയേക്കാം. അതുപോലും മോഹിക്കാതെ സ്വന്തം ശരീരം തന്റെ ഭർത്താവിന് മാത്രമാണ് അള്ളാഹു അനുവദിച്ചത് എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ താനുമായി ഒരു ഹറാമ് ചെയ്യാൻ വിസമ്മതിച്ചുകൊണ്ടും തന്നെ അള്ളാഹുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടും പറഞ്ഞ പെണ്ണാണത്. ആ പെണ്ണിന്റെ വാക്കിലൂടെ എന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ തിരിച്ചു വന്നു. എന്താ തിരിച്ചു വന്നു എന്ന് പറയാൻ കാരണം? ഒരു വ്യഭിചരിക്കുന്ന മനുഷ്യനും വ്യഭിചരിക്കുന്ന നേരത്ത് അവന്റെ ദേഹത്ത് ഈമാൻ ഉണ്ടാവില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഈമാൻ ഊരിയെറിഞ്ഞതിന്റെ ശേഷമേ നിങ്ങൾക്ക് ആ തിന്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ചിന്തയിൽ നിൽക്കുകയായിരുന്ന എന്റെ മനസ്സിലേക്ക് ഈമാൻ തിരികെ വന്നു. അള്ളാഹുവിന്റെ ചിന്ത ആ മനുഷ്യന്റെ ഖൽബിലേക്ക് വരികയാണ്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനർ റഹ്മാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ഈമാനുള്ള ആളുകൾ പക്ഷേ ചില സാഹചര്യങ്ങളിൽ ടെംപ്റ്റഡായി പോകാം, ചില സാഹചര്യങ്ങളിൽ പെട്ടുപോകാം. എന്നാലും അവർക്ക് അള്ളാഹുവിന്റെ വിളിയാളം വരുമ്പോ, പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോഴെങ്കിലും അള്ളാഹുവിന് ഓർമ്മ വരും. ഒരു ഖുർആൻ പാരായണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചിന്ത അവിടെ പറയപ്പെടുമ്പോൾ പിന്നെ അവരുടെ എല്ലാ ആവേശവും കെട്ടുപോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആ പെണ്ണ് ചോദിച്ചു, അവലസ്ത ബിജാരിനൽ ഹദ്ദാദ്, നിങ്ങൾ എൻ്റെ അയൽവാസിയായ ഈ കൊല്ലപ്പണിക്കാരനല്ലയോ? പറഞ്ഞു, ബലാ, അതേ ആ ആള് തന്നെയാണ് ഞാൻ. ആ പെണ്ണ് പറഞ്ഞു, അസ്അലുക അസ്അലുല്ലാഹ അസ്സ വജൽ. ആ പെണ്ണിന്റെ ദുആയാണ്. എന്തേ ഇരുമ്പ് കയ്യില്, ചൂടുള്ള ഇരുമ്പ് കൈ കൊണ്ട് തൊട്ടപ്പോ പൊള്ളാത്തതെന്ന് ചോദിച്ചില്ലേ? ആ പെണ്ണിന്റെ ദുആയാണത്. ആ പെണ്ണ് ദുആ ചെയ്തു കൊടുത്തു. തിന്മയിൽ നിന്ന് ഇയാൾ പിന്മാറിയപ്പോ ആ പെണ്ണ് ദുആ ചെയ്ത ദുആയാണ് ചരിത്രം ഇത് രേഖപ്പെടുത്തി. അസ്അലുല്ലാഹ ജല്ല വഅലാ അൻ യഖിയക ഹർറൻ നാരി ഫിദ്ദുനിയാ വൽ ആഖിറ. ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, ദുനിയാവിലോ ആഖിറത്തിലോ തീയിന്റെ ചൂട് നിങ്ങൾക്ക് ഏൽക്കരുതേ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ഇരക്കുകയാണ്. മാലിക് ഇബ്നു ദീനാറേ, ആ പെണ്ണിന്റെ പ്രാർത്ഥന ഉണ്ടായതിന് ശേഷം ദുനിയാവിലെ തീ എന്റെ കൈകളിൽ തൊട്ടാൽ എന്റെ കൈ പൊള്ളാറില്ല. ഇനി ഞാൻ ആഗ്രഹിക്കുന്നു, വഹുവ മാ അർജൂഹു ഫിൽ ആഖിറ, നാളെ പരലോകത്തും അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആഖിറത്തിലെ തീയും തുടരുതേ എന്ന് ആ പുണ്യവതിയായ പെണ്ണെനിക്ക് വേണ്ടി ദുആ ചെയ്തുവല്ലോ. ആ ദുആ ദുനിയാവിൽ ഞാൻ അനുഭവിക്കുകയാണ്. നാളെ പരലോകത്തും ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിരിക്കണം. അതാണ് മാലിക് ഇബ്നു ദീനാറേ, ഞാനിങ്ങനെ പച്ചയിൽ ഇരുമ്പ് തൊടുന്നതിന്റെ രഹസ്യമെന്ന് മഹാനായ അൽ ആലിമുർ റബ്ബാനി, മഹാനായ അശ്ശൈഖ് മാലിക് ബിൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി, താബിഈങ്ങളുടെ കാലഘട്ടങ്ങളിൽ ലോകത്ത് വന്ന ലോകപ്രസിദ്ധനായ പണ്ഡിതനാണ്. അദ്ദേഹം ഉദ്ധരിച്ച സംഭവമാണിത്.